ഇന്ന് വൈകുന്നേരം വരെ 12-ാം തീയതി വൈകുന്നേരം വരെ എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 12-ാം തീയതിക്ക് ശേഷം ഞാൻ വെറും അഡ്വക്കേറ്റ് ടി ബി മിനിയാണ്. നീ സൈബർ കാണുന്നില്ലേ സാഹിനെ? ഈ മറുനാടൻ മലയാളി പച്ച കള്ളം ഇരുന്ന് ഏതെങ്കിലും ജേർണലിസ്റ്റുകൾ ചെയ്യോ? ജേർണലിസ്റ്റുകളാണെങ്കിൽ ചെയ്യോ? മറുഭാഗത്തിന് എന്താ പറയുന്നത് കേൾക്കാതെ ചോദിക്കാതെ ഇത് എന്തിനു വേണ്ടിയാണ് ആളിരുന്ന് ചെയ്തുകൊണ്ടിരിക്കണേ? ഏത് കാര്യമാണ് ഈ പറയുന്നത്? അതിജീവിതയുടെ കാര്യമോ ദിലീപ് കേസോ ആണോ പറയുന്നത്? ഞാൻ പണ്ട് മൂത്രപ്പര പോയിപ്പോ മര്യാദക്ക് കയറ്റിയിട്ടില്ല എന്നുള്ളതാ പറയണേ. നീ കണ്ടു തള്ളണ്ട. ഒരു സാധനം പറഞ്ഞു നീ അതെടുത്ത് പറയണ്ട. അങ്ങനെയല്ല, അത്ര മോശമായ രീതിയിൽ അല്ലേ? അത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയോ? ഇല്ല. അപ്പൊ നമ്മൾ എത്ര ജെനുവിനാണെന്ന് എനിക്ക് എറണാകുളത്തുള്ള പത്രക്കാർക്കറിയാം. ഞാൻ എന്തായിരുന്നു ജനിച്ച് വളർന്ന് പഠിച്ച് ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് ഇവിടെ തന്നെ നിങ്ങളെ കണ്ട് നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്ത് നിങ്ങൾ വിളിക്കുമ്പോഴത്തൊക്കെ വന്ന് ഞാനും ഒരു മനുഷ്യനാണ്. പക്ഷെ എന്നെ സപ്പോർട്ട് ചെയ്തത് നിങ്ങൾ മാത്രമാണ്. ഈ കാലഘട്ടത്തിലെല്ലാം നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും, എനിക്ക് ഉറപ്പുണ്ട്. നിതിൻ സേവ്യർ വിവരണമായി ചേരുന്നു. നിതിൻ, ഈ അഡ്വക്കേറ്റ് ടി ബി മിനി എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അവരെന്തായിരിക്കും പറയാൻ ആഗ്രഹിക്കുന്നു? അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 8-ാം തീയതിക്ക് ശേഷം അഡ്വക്കേറ്റ് ടി ബി മിനിക്കെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. കാരണം അത് സത്യമാണ്, വലിയ തോതിലുള്ള സൈബർ ആക്രമണം അവർക്കെതിരെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദിലീപ് ആരാധകർ, ദിലീപ് അനുകൂലികളുടെ ഭാഗത്ത് നിന്ന് വലിയ തോതിൽ അതിജീവിതയുടെ അഭിഭാഷിയാണ് അവർ. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേസിന്റെ തുടക്കം മുതൽ തന്നെ അതിജീവിതയ്ക്കൊപ്പം നിന്ന് അതിജീവിതയ്ക്ക് വേണ്ടി കോടതിയിലെത്തിയ അഭിഭാഷികയാണ് ടി ബി മിനി. അപ്പോൾ അവർക്കെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം, പ്രത്യേകിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ അവർക്കെതിരെ വലിയ തോതിലുള്ള വൃത്തികേടുകൾ എഴുതി വിടുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇന്ന് 12-ാം തീയതി ഇന്ന് ഈ ശിക്ഷ വിധിക്കുന്നതുവരെ തനിക്ക് പല കാര്യങ്ങളും തുറന്നു പറയാനുള്ള ചില കുഴപ്പങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതിനുശേഷം നാളെ മുതൽ അവർ ഒരു സാധാരണ അഡ്വക്കേറ്റ് ആയിരിക്കും. അപ്പോൾ അതിനുശേഷം പല കാര്യങ്ങളും തുറന്നു പറയുന്നത് രാവിലെ തന്നെ അവർ ആഷിഖുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു പല കാര്യങ്ങളും ഇതിനുശേഷം തുറന്നു പറയുന്നു. അപ്പോൾ അതാണ് അവർ പറയുന്നത്. 12-ാം തീയതിക്ക് ശേഷം അവർ പല കാര്യങ്ങളും തുറന്നു പറയും. പ്രത്യേകിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും തനിക്ക് പറയാനുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. ഈ വിധി വന്ന് അല്ലെങ്കിൽ ഈ കുറ്റക്കാരാണെന്ന് അല്ലെങ്കിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ ശേഷമുള്ള കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഈ ടി ബി മിനിക്കെതിരെ വലിയ തോതിലുള്ള സൈബർ ആക്രമണം നടക്കുന്നുണ്ട് എന്നത് സത്യമാണ്. പ്രത്യേകിച്ച് ടി ബി മിനിക്ക് കോടതിയിലുള്ള റോൾ എന്നത് പ്രോസിക്യൂഷനെ സഹായിക്കുക എന്ന റോളാണ്. പക്ഷേ അതിനെപ്പോലും വലിയ തോതിൽ വിമർശനങ്ങൾ നേരിടുന്നു, വലിയ തോതിലുള്ള സൈബർ അറ്റാക്കൊക്കെ അവർ നേരിടുന്നുണ്ട്. അതിലൊരു പ്രതികരണമാണ് അവർ ഇപ്പോൾ ഈ കോടതിക്ക് പുറത്തുവെച്ച് നടത്തിയിട്ടുള്ളത്. ഏതായാലും ഇതിൽ